10 വർഷത്തിന് ശേഷം കൊച്ചി സീറ്റ് തിരിച്ചു പിടിക്കുന്നു, എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും കൊച്ചി UDFന്റെ ഒരു ഉരുക്കുകോട്ടയാണ്. പല കാരണങ്ങൾ കൊണ്ടാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. അത് ഞങ്ങളുടെ എല്ലാവരുടെയും പരിശ്രമം, ഞങ്ങളുടെ മേൽത്തട്ട് മുതൽ താഴെത്തട്ട് വരെയുള്ള മുഴുവൻ നേതാക്കന്മാരുടെയും സഹപ്രവർത്തകരുടെയും പരിശ്രമത്തിന്റെ ഭാഗമായി ഞങ്ങൾക്കത് തിരികെ ലഭിച്ചു. ഈ സർക്കാരിനെതിരായിട്ടുള്ള ഒരു വലിയ ജനരോഷം ഈ തെരഞ്ഞെടുപ്പിൽ അത് കാണാൻ സാധിച്ചു. അത് ജനങ്ങൾ പ്രകടമാക്കി. അതിനോടൊപ്പം ഞങ്ങളുടെ കൂട്ടായ പരിശ്രമം കൂടി ഉണ്ടായിരുന്നു. ഈ ജില്ലയിലെ 14 സീറ്റും ജയിച്ചു. അപ്പോൾ DCC പ്രസിഡന്റ് നിലയിൽ അതിന്റെ കൂടെ ക്രെഡിറ്റ് ഷിയാസിന് തന്നെയല്ലേ? അല്ല, എനിക്ക് മാത്രമല്ലല്ലോ. ഈ ജില്ലയിലെ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവിൻ്റെ ജില്ല കൂടിയിട്ടാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവും ഞങ്ങളുടെ MP മാർ, MLA മാർ, ഞങ്ങളുടെ ഭാരവാഹികൾ, സഹപ്രവർത്തകർ, താഴെത്തട്ട് വരെയുള്ള ഞങ്ങളുടെ ബൂത്ത് തലത്തിലുള്ള ഞങ്ങളുടെ സഹപ്രവർത്തകർ എല്ലാവരുടെയും കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഒരു DCC പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഈ കഴിഞ്ഞ 5 വർഷക്കാലം അവരോടൊപ്പം നിന്ന് അവരെ വിശ്വാസത്തിലെടുത്ത് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും, ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ഉപതെരഞ്ഞെടുപ്പ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, ലോക്കൽ ബോഡി ഉപതെരഞ്ഞെടുപ്പുകൾ, ഏറ്റവും അവസാനം ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ്, ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് UDFനെ ഒറ്റക്കെട്ടായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ മുൻനിർത്തി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമവും എല്ലാ നേതാക്കന്മാരും ഒരുമിച്ചുള്ള പരിശ്രമവും എല്ലാത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. അത് ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് ഒരു DCC പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ എനിക്കുള്ളത്. ഈ ലത്തീൻ സഭയുടെ വോട്ട് ബാങ്കായി കരുതപ്പെടുന്ന ഒരു മണ്ഡലമാണ് കൊച്ചി. അപ്പോൾ ലത്തീൻ സഭയുടെ വോട്ട് അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിന്റെ വോട്ട് മുഴുവൻ ലഭിച്ചു എന്നൊരു വിശ്വാസമുണ്ടോ? തീർച്ചയായിട്ടും ആ സഭയുടെ വോട്ട് മാത്രമല്ല, ഇവിടുത്തെ ജനാധിപത്യ മതനിരപേക്ഷരായിട്ടുള്ള ആളുകൾ, അതുമാത്രമല്ല ഈ സർക്കാരിനെതിരായി, ഈ സർക്കാരിന് അനുകൂലമായി വോട്ട് ചെയ്ത നിരവധി ജനങ്ങളുണ്ട്. അവരെല്ലാം ഒരു നല്ല ഭരണത്തിന് വേണ്ടിയിട്ടാണ് അവരെല്ലാം ആഗ്രഹിച്ചത്. പക്ഷേ തുടർഭരണം കേരളം കണ്ട ഏറ്റവും മോശമായ ഒരു ഭരണമായിരുന്നു. അപ്പോൾ അതിനെതിരായി ജനങ്ങളുടെ ഒരു പ്രതിഷേധമുണ്ടായി. ലത്തീൻ സഭ എക്കാലത്തും മതേതരമായ നിലപാട് സ്വീകരിച്ച ഒരു സഭയാണ്. വളരെ ആത്മാഭിമാനത്തോടു കൂടി ആ സഭ എടുത്ത നിലപാടുകൾ നമുക്ക് ഉച്ചത്തിൽ പറയാനും സാധിക്കാവുന്ന ഒന്നാണ്. കേരളം ഇത്രയധികം മതേതരമായ നിലപാടുകൾ സ്വീകരിക്കുകയും അതിനുവേണ്ടി സംസാരിക്കുകയും നിർഭയമായി അതിനുവേണ്ടി നിലകൊള്ളുകയും നാടിനും ഈ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയും നിലകൊണ്ടിട്ടുള്ള ഒരു സഭയാണ്. ആ സഭയെടുത്ത തീരുമാനങ്ങൾ നിഷ്പക്ഷമായ നിലപാടാണ്. ആ നിലപാട് അതെനിക്ക് ഗുണം ചെയ്തു. താങ്കൾ ഇങ്ങോട്ട് മത്സരിക്കാൻ വന്നപ്പോൾ ലത്തീൻ സഭ താങ്കളെ പിന്തുണയ്ക്കില്ല എന്ന തോതിലുള്ളൊരു പ്രചരണം ഇവിടെ ചില ആളുകളെങ്കിലും നടത്തിയിരുന്നു. താങ്കളുടെ മതമടക്കം പറഞ്ഞൊരു പ്രചരണം നടത്തിയിരുന്നു. അപ്പോൾ അത് പരാജയപ്പെട്ടു എന്ന് തന്നെയല്ലേ കരുതുന്നത് ആ പ്രചാരണം? കേരളത്തിലെ RSSനേക്കാൾ വലിയ വർഗീയത പറയുന്ന CPM ആണ് ആ പ്രചരണം നടത്തിയത്. CPM നേതാക്കന്മാരാണ്. എത്ര അധികം അധപ്പതിച്ചു പോയി എന്നുള്ളതാണ്. അപ്പോൾ 10 വർഷക്കാലത്തെ ഒരു ഭരണത്തിൻ്റെ നേട്ടങ്ങളോ, ഈ 10 വർഷക്കാലം പ്രതിനിധാനം ചെയ്ത ഒരു ഭരണത്തിൽ MLA ആയിരുന്ന ജനപ്രതിനിധിയുടെ ഭരണ നേട്ടങ്ങളൊന്നുമല്ല അവർ പ്രധാനമായും ഈ മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത്. ജാതിയും മതവും സമുദായവും തിരിച്ചുള്ള ചർച്ചയാണ്. അതിനെതിരായി ഈ നാട്ടിലെ ജനങ്ങൾ പ്രതികരിച്ചു. അതുകൊണ്ടാണല്ലോ എൻ്റെ വിജയമുണ്ടായത്. അത് മതേതരമാണ്. ഈ നാട് മതേതരമാണ്, സൗഹാർദ്ദപരമാണ്, പുരോഗമനപരമാണ്. അതാണ് ഈ നാടിൻ്റെ പ്രത്യേകത. മുഖ്യമന്ത്രി ചർച്ചകളിലേക്ക് പാർട്ടി കടന്നിട്ടുണ്ടോ? 14 MLA-മാരുള്ള ഒരു ജില്ലയാണ്. ഇപ്പോൾ എത്ര മന്ത്രിമാർ വേണമെന്നാണ് DCC പ്രസിഡന്റ് ഒരു ആഗ്രഹം? അങ്ങനെയൊന്നുമില്ല. അതൊക്കെ പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത്. 102 പേര് UDFനകത്ത് നിന്ന് ജയിച്ചിട്ടുണ്ട്, ഘടകകക്ഷികൾ, പാർട്ടിയുടെ ആളുകൾ. അപ്പോൾ തീർച്ചയായും നമ്മുടെ ജില്ലയിൽ വ്യക്തമായ ഒരു പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് കൂടിയിട്ടുള്ള ഒരു ജില്ലയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്തായാലും UDF പ്രവർത്തകർക്ക് സന്തോഷിക്കാൻ കഴിയാവുന്ന തീരുമാനങ്ങളുണ്ടാകും. പ്രതിപക്ഷ നേതാവ് തിരിച്ചു വരുമ്പോൾ, മണ്ഡലത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ എങ്ങനെയായിരിക്കും ഒരു ആഘോഷം? തീർച്ചയായും ഞങ്ങളത് എല്ലാവരും കൂടി ആലോചിച്ച് പ്രതിപക്ഷ നേതാവ് വരുന്ന സമയം നോക്കി ജില്ലയിലെ മുഴുവൻ നേതാക്കന്മാരും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന വലിയൊരു പരിപാടി ഉണ്ടാകും. ഒരു ചോദ്യം കൂടി, അതായത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്നു, പഴയ ആവശ്യത്തിൽ അല്ലെങ്കിൽ പഴയ ആഗ്രഹത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? ജില്ലയിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രി വേണമെന്ന ആഗ്രഹത്തിൽ? അല്ല, അങ്ങനെയല്ലല്ലോ. അത് കേരളത്തിൽ അതിനൊരു പ്രൊസീജിയറുണ്ട് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ. ഇപ്പോൾ UDFന് ഭൂരിപക്ഷം കിട്ടി. ഞങ്ങളുടെ MLA-മാരുടെ അഭിപ്രായം, പാർട്ടി നേതാക്കന്മാരുടെ അഭിപ്രായം, ആ അഭിപ്രായങ്ങൾ UDF നേതാക്കന്മാരുമായി അവരുടെ കൂടി ഒരു അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡാണ് അത് പ്രഖ്യാപിക്കുക. അത് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം, കേരളം ആഗ്രഹിക്കുന്ന തീരുമാനം ഉണ്ടാകും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഏതായാലും വലിയ സന്തോഷത്തിലാണ് മുഹമ്മദ് ഷിയാസ്. പ്രത്യേകിച്ച് 10 വർഷത്തിന് ശേഷം കൊച്ചി സീറ്റ് തിരികെ പിടിക്കുന്നു. ഒപ്പം തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ ഭരണത്തിലേക്കും പാർട്ടി എത്തുന്നതിന്റെയൊക്കെ സന്തോഷമുണ്ട്. ഏതായാലും കൊച്ചിയിലെ ജനങ്ങൾക്ക് വരുന്ന 5 വർഷക്കാലം മികച്ചൊരു MLA തന്നെയായിരിക്കും ലഭിക്കുക എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ നിതിൻ സേവ്യർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.